ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ആ, കഴിഞ്ഞ വർഷം കർത്താവ് നമ്മളെ നടത്തി, നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകി തന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് ബൈബിൾ സ്റ്റഡി ജോയിൻ ചെയ്ത എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരുപക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച വർഷം. ഞാൻ എല്ലാ വർഷവും ഇത് പറയുമെന്നാണ് എല്ലാവരും എന്നോട് പറയുന്നത്. എങ്കിലും കഴിഞ്ഞ വർഷം ചിന്തിക്കുന്നതിനപ്പുറം തിരക്കായിരുന്നു. എന്നാൽ ദൈവം നടത്തിയ വഴികൾക്കായിട്ടും ദൈവം നമ്മളെ ഓരോരുത്തരെയും കരുതിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ മേശപ്പുറത്തൊക്കെ ഭക്ഷണമൊക്കെ കർത്താവ് ഒരുക്കി തന്നില്ലേ? നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് മതിയായവനായിരുന്നു. നമ്മളെ ജയോത്സവമായ കർത്താവ് കഴിഞ്ഞ വർഷം നടത്തി. ശരിയാണ്, ചിലപ്പോൾ ഭാരങ്ങൾ, ചിലപ്പോൾ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവ് നമ്മളെ വളരെ ആശ്ചര്യമായി നമ്മളെ നടത്തി, അല്ലേ? അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഈ ബൈബിൾ സ്റ്റഡി ഫാമിലിയുടെ ഭാഗമായിരിക്കുന്ന എല്ലാവരോടുള്ള എൻ്റെ സ്നേഹം, പുതുവത്സര ആശംസകൾ നേരുവാണ്. ഈ പുതിയ വർഷം കർത്താവിനോട് ഒരു പടിയും കൂടെ ചേർന്ന് നടക്കണം. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. നമുക്ക് വേറൊന്നും വേണ്ട. കർത്താവെ, നിന്നെ ഒന്നുകൂടെ ഒന്ന് അടുത്തറിയാൻ ഈ വർഷം സഹായിക്കണമേ. നമുക്ക് ബാക്കിയെല്ലാം കർത്താവ് തരും, അല്ലേ? അത് ഓൾറെഡി ഗ്യാരണ്ടീഡ് കാര്യമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ആവശ്യമുള്ളതെല്ലാം അങ്ങ് നൽകി തന്നിരിക്കുക. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആരും ഓർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട. പക്ഷെങ്കിൽ കർത്താവെ, നിന്നോട് ഒരു പടിയും കൂടെ ചേർന്ന് നടക്കാൻ ഈ പുതിയ വർഷത്തിൽ ഞങ്ങളെല്ലാം സഹായിക്കണം. കർത്താവിൻ്റെ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാക്കി നമ്മളെ എല്ലാം നിർത്തണം പല മേഖലകളിൽ. എഫേസ്യ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ നമ്മുടെ ലേഖനങ്ങളിലെ രാജ്ഞി എന്ന് പറയുന്ന എഫേസ്യ ലേഖനത്തിൻ്റെ പല മേഖലകളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. ഈ 4ാമത്തെ അധ്യായത്തിൽ നിങ്ങളുടെ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം എന്ന് പറഞ്ഞാണ്. എങ്ങനെയാണ് നടക്കേണ്ടത്? 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതൊന്ന് റീക്യാപ്പ് ചെയ്യാം. അതിനുശേഷമുള്ളതാണ് ഈ ക്രിസ്തുവിന് തൻ്റെ സഭയ്ക്ക്, അതായത് നമുക്ക് ഓരോരുത്തർക്കും നൽകുവാൻ തക്ക വിധത്തിൽ നല്ല ദാനങ്ങൾ തന്നിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗിഫ്റ്റ്സ്, കൃപാവരങ്ങൾ കർത്താവ് തന്നിരിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അധികം സമയമൊന്നും എടുക്കത്തില്ല, കാരണം 4ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗം ടോട്ടലി ഡിഫറെൻറ്റ് ടോപ്പിക് ആയതുകൊണ്ട് അത് വേറൊരു സെഷനായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇന്നത്തെ സെഷൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ 565 മിഷണറിമാരെയും കർത്താവ് കാത്തു, പരിപാലിച്ചു. നിങ്ങൾക്കറിയാം, സിറ്റുവേഷൻസ് ആർ വെരി ഹോസ്റ്റൈൽ. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മുടെ എല്ലാ മിഷണറിമാരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവ് കാത്തു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. മിഷണറിമാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പേഴ്സണൽ റിക്വസ്റ്റ് കർത്താവിൻ്റെ മുമ്പിൽ അറിയിക്കുന്നതിന് മുമ്പ് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രയാസത്തിലായിരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എല്ലാ സ്ഥലത്തും വേല വളരെ വളരെ ഭംഗിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് തൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പണിയും. ഇനി എന്തൊക്കെ വന്നാലും പണിഞ്ഞുകൊണ്ടിരിക്കുക. അതിനകത്തൊന്നും നമുക്ക് ഡൗട്ടില്ല. പക്ഷെങ്കിൽ അവർക്ക് ബലം വേണം, അവർക്ക് അതിനായിട്ടുള്ള ആത്മധൈര്യം വേണം. അവരെ കർത്താവിൽ കാക്കണം, വീഴാതെ കാക്കണം, തെറ്റിപ്പോകാതെ കാക്കണം, ദർശനം നഷ്ടപ്പെടാതെ കാക്കണം. അതിനെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ച് അവരുടെ പിന്നിൽ ഇങ്ങനെ നിന്നാൽ മാത്രമേ, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർ മുമ്പിൽ പോകുമ്പോൾ അവരുടെ പിന്നിൽ നിൽക്കുക എന്നുള്ളത്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് അനേക സഹോദരന്മാർ ഇവിടെ ഉണ്ടായിരുന്നു ഒരുമിച്ച്. വെരി ബ്യൂട്ടിഫുൾ ടൈം. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഫാമിലി ടു ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി ഫോർ എ ഫാമിലി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. അതായത് ഒരു കുടുംബം ഒരു മിഷണറി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് അവരുടെ പിന്നിൽ നിൽക്കാൻ വേണ്ടി ഈ പുതിയ വർഷം തീരുമാനമെടുക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇടയ്ക്കൊക്കെ അവരെ ഒന്ന് കാണുവാനും അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് എൻ്റെ നമ്പറിലേക്ക് ഒന്ന് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി. ഫാമിലി ഫോർ എ ഫാമിലി എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ മെഡ്ഗോ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ചില മിഷണറി ഡോക്ടർമാർ ഇവിടെ വന്ന് നമ്മുടെ സ്നേഹമെല്ലാം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, തിരുവല്ലയിൽ വന്നപ്പോൾ ഇവിടെ കുറേ ഡോക്ടേഴ്സും ഫെലോഷിപ്പും ഒക്കെ ഉണ്ട്. നമ്മുടെ യൂത്ത് ഫോർ മിഷൻ ആളുകളുടെ സ്നേഹമെല്ലാം അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞൊരു വാക്കാ, ഇത് വർഷത്തിൽ ഒരിക്കൽ ഇത്രയും സ്നേഹം ഞങ്ങൾക്ക് 3 ദിവസം അനുഭവിക്കാൻ കിട്ടിയാൽ 1 വർഷം ഞങ്ങൾക്ക് ഓടാൻ സാധിക്കും. ഞാനത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ വിളിക്കാൻ ആരുമില്ല, അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ ഒരു മനുഷ്യരില്ല. അവർ സെൽഫായിട്ട്, ഞാൻ പറഞ്ഞല്ലേ, ഇവിടുന്ന് എല്ലാവരും പോകുമ്പോൾ കൈ അടിച്ചു വിടും, ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് എല്ലാവരും പോകും. അവിടെ ചെന്ന് കഴിഞ്ഞ് അവരുടെ പിന്നിൽ നിൽക്കാൻ അവരുടെ ഒരു ആവശ്യമുണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. അതൊന്നും തിരക്കാൻ പോലും ആരുമില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. സോ എ ഫാമിലി ഫോർ എ ഫാമിലി ഈസ് അബൌട്ട് one family adopting another missionary family and
സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദം. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ്ലി നിങ്ങൾ മെസ്സേജ് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് കടക്കാം. ഞാൻ എപ്പോഴും ഔട്ട്ലൈൻ പറഞ്ഞ് തുടങ്ങുന്നു. അത് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല. രണ്ട് ഭാഗമായിട്ടാണല്ലോ എഫേസ്യ ലേഖനം തിരിച്ചിരിക്കുന്നത്. ഞാനത് പറഞ്ഞു. 1 മുതൽ 3 വരെ എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫാണ്, നമ്മുടെ വിശ്വാസമാണ്. എന്നാൽ 4 മുതൽ 6 വരെ എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ ആണ്. കർത്താവ് നമ്മളെ രക്ഷിച്ചതുകൊണ്ട് എങ്ങനെയാണ് നാം പെരുമാറേണ്ടത് എന്നുള്ളതാണ് നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങി എഫേസ്യ ലേഖനത്തിൽ ഹൂ വി ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവിൽ നമ്മൾ ആരാണ് എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ഐഡന്റിറ്റിയും ബിഹേവിയറും കറക്റ്റഡ് ആകത്തുള്ളൂ. നാം മുൻനിയമിക്കപ്പെട്ടവരാണ്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാണ്, നമ്മളെ ദത്തെടുത്തതാണ്, നമ്മളെ വീണ്ടെടുത്തതാണ്, നമ്മെ ക്ഷമിച്ച് പാപമോചനം നൽകിയതാണ്. പിന്നെ അത് മാത്രമല്ല, അവൻ്റെ ഹൃദയത്തിൻ്റെ മർമ്മം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. നമ്മൾ എവിടെയാണ് ഇരുത്തപ്പെട്ടിരിക്കുന്നത്? നമ്മൾ സ്വർഗീയ സ്ഥലങ്ങളിൽ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ പൊസിഷൻ. ദിസ് ഈസ് ഹൂ വി ആർ ഇൻ ക്രൈസ്റ്റ്. ഇതാണ് നമ്മൾ ആദ്യത്തെ 3 ഭാഗത്തിൽ നമ്മൾ നോക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗം, വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണമെങ്കിൽ എങ്ങനെ നടക്കണം, 5 പ്രത്യേകതകൾ. ഹൗ ഡു വി വാക്ക് ഇൻ എ മാനർ വേർതി ഓഫ് ദ കോളിംഗ്. 1, വിനയത്തോടെ നടക്കണം, ഹ്യൂമിലിറ്റി. 2, സൗമ്യതയോടെ നടക്കണം. 3, നാം പേഷ്യൻ്റ് ആയിട്ട്, വി ഹാവ് ടു ബി ദീർഘക്ഷമയോടെ നാം നടക്കണം. 4, നമ്മൾ പറഞ്ഞു ഫോർ ബെയറിംഗ് ലവ്, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. 5, ഐക്യതയിൽ നടക്കണം. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച് നിർത്തിയത്. 5 ways ഓഫ് ഹൗ നമ്മൾ യോഗ്യമാം വണ്ണം നടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ ഈ 5 കാര്യം, ഹ്യൂമിലിറ്റി, ജെന്റിൽനെസ്, പേഷ്യൻസ്, ഫോർ ബെയറിംഗ് ലവ്, യൂണിറ്റി. ഈ പുതിയ വർഷത്തിലും ഇങ്ങനെ നടക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൽ വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, ഇനിയും അടുത്ത ഭാഗം, 4-ാമത്തെ അധ്യായത്തിന്റെ അടുത്ത ഭാഗം. സോ ഫസ്റ്റ് ഇറ്റ് ടോക്ട് അബൌട്ട് ദ യൂണിറ്റി, അല്ലെ? നമ്മുടെ സഭയിൽ നമുക്കുള്ള ഐക്യതയെക്കുറിച്ച് പറഞ്ഞു. ഈ 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗം എന്താ പറയുന്നത്? ഇറ്റ് ടോക്സ് അബൌട്ട് ഡൈവേഴ്സിറ്റി. നമ്മൾ ഒരുമിച്ച് ഒരു ദേഹമാണെങ്കിലും ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ, പല അവയവങ്ങൾക്ക് പല വിധത്തിലെ ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് 2-ാമത്തെ ഭാഗം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം. 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ചാപ്റ്റർ 4 വേഴ്സ് 7. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്നാൽ നമ്മിൽ ഓരോരുത്തന്, each believer receives a gift from the Lord to bless the body of Christ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നമ്മിൽ ഓരോരുത്തൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മിൽ ഓരോരുത്തൻ എന്നല്ലേ എൻ്റെ അർത്ഥം? ഇന്ന് സൂമിൽ വന്നിരിക്കുന്ന എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച എല്ലാവർക്കും എന്താ ലഭിച്ചിരിക്കുന്നത്? കൃപ ലഭിച്ചിരിക്കുകയാണ്. എന്ത് കൃപയാ? ദ ഗ്രേസ്, ദ സേവിങ് ഗ്രേസ് ഉണ്ട്. പക്ഷേ ഇവിടെ ആ സേവിങ് ഗ്രേസിനെ കുറിച്ചല്ല പറയുന്നത്. ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് അനുസരിച്ച് ഹി ഹാസ് ഗിവൺ us ഗിഫ്റ്റ്സ്. പലരും എന്നോട് ഒന്ന് ചോദിക്കും, അവനൊക്കെ ചോദിക്കും, പക്ഷെ എനിക്ക് ഗിഫ്റ്റിംഗ് ഒന്നുമില്ല ചെറുച്ചാന്ന് പറയും. ഞാൻ പറഞ്ഞു, നീ ക്രിസ്തു യേശുവിലാണെങ്കിൽ നീ പറഞ്ഞത് ഇപ്പോൾ 100% കള്ളവാ. ക്രിസ്തു യേശുവിലാണെങ്കിൽ എവ്രി സിംഗിൾ പേഴ്സൺ ഇസ് ഗിഫ്റ്റഡ്. സംശയം വേണ്ട. എവ്രി സിംഗിൾ പേഴ്സൺ, ഇന്നയാൾക്ക് അങ്ങനൊന്നുമില്ല. എവ്രിബഡി ഇസ് ഗിഫ്റ്റഡ്. അപ്പോൾ ആദ്യം തിരിച്ചറിയേണ്ടത് ക്രിസ്തു യേശുവിൽ, ഇൻ ക്രൈസ്റ്റ് വി ആർ ഓൾ ഗിഫ്റ്റഡ്. എന്തിനു വേണ്ടിയാ ഗിഫ്റ്റഡ്? ടു ബ്ലെസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ശരീരത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ദർ ഇസ് നോട്ട് എ സിംഗിൾ കൈൻഡ് ഓഫ് ഗിഫ്റ്റ്. ഇത് എല്ലാവർക്കും ഗിഫ്റ്റിംഗ് ഉണ്ടെന്നുള്ളത് ഉറപ്പ്. എങ്ങനെയാണ് ഗിഫ്റ്റ് തിരിച്ചറിയേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, പക്ഷെങ്കിൽ എല്ലാവർക്കും ഒരു കൃപ ഉണ്ട്. ആ ദാനം അല്ലെങ്കിൽ ആ കൃപാവരം ഒരേ ടൈപ്പിലാകണമെന്നില്ല. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പഠിപ്പിക്കുവാൻ കൃപയുണ്ട്, പാടുവാൻ കൃപയുണ്ട്, അഡ്മിനിസ്ട്രേഷൻ കൃപയുണ്ട്, കമ്പാഷൻ അതായത് ഗവേണൻസിന്റെ കൃപയുണ്ട്, ആളുകളെ സേവിപ്പാൻ ഒരു കൃപയുണ്ട്. ഇതെല്ലാം സെയിം ആകണമെന്നില്ല. ചുരുക്കത്തിൽ ഇപ്പം പഠിപ്പിക്കാൻ കൃപയുണ്ടെന്ന് വിചാരിച്ചു. ഒരാളെ സംബന്ധിച്ചോളം ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ പഠിപ്പിക്കാനായിരിക്കും കൃപ. ഒരാളെ സംബന്ധിച്ചോളം സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനായിരിക്കും കൃപ. ഒരുപക്ഷെ ഒരാൾക്ക് ലാർജർ ഓഡിയൻസസിനെ ഹാൻഡിൽ ചെയ്യാനായിരിക്കും കൃപ. അതിൽ തന്നെ വ്യത്യാസമുണ്ട്.
കൃപ ഉപദേശിക്കാനുള്ള കൃപയാണ്, ശരിയാണ്. പക്ഷെ ഉപദേശിക്കുന്നത് തന്നെ പല വിധത്തിലായിരിക്കും. അതുകൊണ്ട് ഒരു ടൈപ്പ് അല്ല. മെനി മേ ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ്, ബട്ട് ഇറ്റ് മേ ബി ഫോർ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ്. മെനി മൈറ്റ് ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ബട്ട് ഇറ്റ് മൈറ്റ് ബി ഇൻ ഡിഫറെന്റ് സെറ്റിംഗ്സ്. നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ചിലർക്കാണ് റൂറൽ മിനിസ്ട്രിയിൽ ഒരു കൃപയുണ്ട്, ചിലർക്കാണെങ്കിൽ ഏർബൻ മിനിസ്ട്രിയിൽ ഒരു കൃപയുണ്ട്, ചിലർക്ക് യൂത്തിൻ്റെ ഇടയിൽ ഒരു കൃപയുണ്ട്, ചിലർക്ക് പ്രായമുള്ളവരെ നോക്കാൻ ഒരു കൃപയുണ്ട്, ചിലർക്ക് സേവിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൃപയുണ്ട്, ചിലർക്ക് കൊടുക്കാൻ ഒരു കൃപ. ഈ ഗിഫ്റ്റിംഗ് പക്ഷെങ്കിൽ എല്ലാവർക്കും ഗിഫ്റ്റിംഗ് ഉണ്ട്, അല്ലേ? ഈ താലന്ത് മൂന്നാൾക്കല്ലേ കൊടുത്തത്? എല്ലാവർക്കും കൊടുത്തു, അത് കൊടുത്തു. പക്ഷെ എല്ലാവർക്കും കൊടുത്തു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സോ എവ്രി വൺ ഹാസ് എ ഗിഫ്റ്റ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ മനസ്സിലൂടെ പോയാലും, ഐ വോണ്ട് യു ടു നോ ദിസ് മോർണിംഗ് ദാറ്റ് യു ആർ ഗിഫ്റ്റഡ് ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്. കർത്താവ് തൻ്റെ കൃപയ്ക്കനുസരിച്ച്, തൻ്റെ ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവ് ഒത്തവണ്ണം കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിരിക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്. യു ഡോണ്ട് ഹാവ് ടു ഗോ ബൈ യുവർ ഫീലിങ്സ്. ദിസ് ഇസ് ദ ട്രൂത്ത്. ഇതാണ് സത്യം. ഓക്കെ, ആദ്യം അത് മനസ്സിലാക്കുക. പിന്നെ മൂന്നാമത്തെ മനസ്സിലാക്കേണ്ടത്, ഈ കൃപ ആരാണ് തരുന്നത്? ദൈവമാണ് തരുന്നത്. ദ സോഴ്സ് ഓഫ് ദ കൃപ ഇസ് ഗോഡ്. അപ്പൊ ദൈവമാണ് ഈ ഗിഫ്റ്റിന്റെ സോഴ്സ്. ഈ സോഴ്സ് പലർക്കും പലതാ കൊടുത്തിരിക്കുന്നത്. അതാരാ തീരുമാനിക്കുന്നത്? ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇറ്റ്സ് ഗോഡ്സ് പ്രൊറഗേറ്റീവ്. അതുകൊണ്ട് എനിക്ക് തീരുമാനിക്കാൻ ഒക്കത്തില്ല എൻ്റെ കൃപ എന്താണെന്നുള്ളത്. ദൈവമാണ് എനിക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഗോഡ്സ് ഗിഫ്റ്റ്. അവസാനം മനസ്സിലായി, ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേടാത്തതല്ലേ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞതല്ലേ, ഞാൻ ചോദിച്ചെടുത്തതല്ലല്ലോ ഇതൊന്നും. ദൈവം തന്ന ദാനം. അപ്പോൾ ഇറ്റ്സ് ഗോഡ്സ് പ്രൊറഗേറ്റീവ്. അപ്പോൾ ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, പലർക്കും പല വിധത്തിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നോ ക്രിസ്ത്യൻ ക്യാൻ റീപ്ലേസ് അനദർ ഇൻ ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ല. കർത്താവിന്റെ പദ്ധതി മുടക്കാൻ പറ്റുമോ? മുടക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ നോ വൺ കൻ റീപ്ലേസ് അനദർ ഇൻ ഗോഡ്സ് പ്ലാൻ. അതുകൊണ്ട് ഞാനോ നിങ്ങളോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ, നല്ലവണ്ണം അല്ലെങ്കിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ വേല ഒരു അളവ് വരെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വലിയ പ്ലാന് നമുക്ക് ആർക്കും തടകെ. അതുകൊണ്ടാണല്ലോ എസ്തർ പറഞ്ഞത്, ഇന്ന് നിങ്ങളും ഉണ്ടായിരുന്നാൽ ദൈവം ഈ ജനത്തെ വേറെ എവിടുന്നെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്തും. ദാറ്റ്സ് ഗോഡ്സ് പ്രൊറഗേറ്റീവ്. കർത്താവിന്റെ പദ്ധതികളെ ഒന്നും ആർക്കും. പക്ഷെങ്കിൽ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കർത്താവിന്റെ വേല ഏതെങ്കിലും വിധത്തിലൊക്കെ ഇത് ബാധിക്കും. നിന്നു പോകുമോ? കർത്താവ് നടത്താതിരിക്കുമോ? ഇല്ല. ബട്ട് ഇറ്റ് എഫക്ട്സ് ദ വർക്ക് ഓഫ് ഗോഡ്. അപ്പോൾ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം നൽകിയതാണ് ഈ ദാനം. ആർക്കാണ് നൽകിയിരിക്കുന്നത്? വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും. കർത്താവിലായാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസി, വൺസ് യു ആർ ഇൻ ക്രൈസ്റ്റ്, യു ഹാവ് റിസീവ്ഡ് ദിസ് ഗിഫ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, എനിക്ക് നിങ്ങളെ ആരെയും റീപ്ലേസ് ചെയ്യാൻ ഒക്കത്തില്ല, നിങ്ങൾക്ക് എന്നെ റീപ്ലേസ് ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ ചെയ്യേണ്ടതും എൻ്റെ ഗിഫ്റ്റിങ്ങും കർത്താവ് യുണീക്ലി എനിക്ക് തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് യുണീക്ലി തന്നിരിക്കുകയാണ്. ഒരിക്കലും മറക്കരുത്. വി ഡി നോട്ട് ഡിറ്റർമിൻ അവർ ഗിഫ്റ്റ്, ഡിസേർവ് ഇറ്റ് ഓർ ഏൺ ഇറ്റ്. നമ്മളല്ല ഏത് കൃപയാണെന്ന് തീരുമാനിച്ചത്, നമ്മളത് അർഹിച്ചിട്ടില്ല, നമ്മളത് നേടിയതുമില്ല. പിന്നെ ഇത് ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് നൽകി. ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. വാട്ട് വിൽ യു ഡു വിത്ത് ഇറ്റ്? യു ഡിഡ് നോട്ട് ഡിറ്റർമിൻ ഇറ്റ്, യു ഡിഡ് നോട്ട് ഡിസേർവ് ഇറ്റ്, യു ഡിഡ് നോട്ട് ഏൺ ഇറ്റ്, ബട്ട് മൈ ക്വസ്റ്റ്യൻ ടു യു ഇസ് വാട്ട് വിൽ യു ഡു വിത്ത് ഇറ്റ്? അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഈച്ച് വൺ ഹാസ് റിസീവ്ഡ് ഗിഫ്റ്റ്സ്. ആർ യു യൂസിങ് ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്? ഇനിയും ചോദ്യം, എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, എൻ്റെ താലന്തോ എൻ്റെ കൃപാവരോ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഞാൻ 4-5 ഗൈഡ് ലൈൻസ് തരാം കേട്ടോ. ആദ്യം മനസ്സിലാക്കേണ്ടത്, ദർ ഇസ് എ നാച്ചുറൽ ഗിഫ്റ്റ് ആൻഡ് ദർ ഇസ് എ സ്പിരിച്വൽ ഗിഫ്റ്റ്. നാച്ചുറൽ ഗിഫ്റ്റ് അതായത് വിശ്വാസികളല്ലാത്തവർക്കും ചില ടാലന്റുകളുണ്ട്. ചിലർക്ക് ദൈവം അക്കാഡമിക്സ് ഭയങ്കര ടാലന്റ് കൊടുത്തിരിക്കുകയാണ്, അവർക്ക് ടാലന്റ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ പാട്ട് പാടാൻ വിശ്വാസിയാണോന്നൊന്നുമില്ല, അല്ലേ? ആ വിശ്വാസികൾ നമ്മളെക്കാട്ടും നന്നായിട്ട് പാടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതേ സിംഗ് വെരി വെൽ, കാരണം നാച്ചുറൽ ഗിഫ്റ്റിംഗ് ആണ്. ഈ ടാലന്റിന്റെ പ്രത്യേകത, അത് ഉപയോഗിച്ച് ഷാർപ്പൺ ചെയ്താൽ അത് സ്പിരിച്വൽ ആണെങ്കിലും നാച്ചുറൽ ആണെങ്കിലും അത് വളരും. കാരണം എന്താ? അതാണ് ടാലന്റിന്റെ പ്രത്യേകത, അല്ലേ? So it is the natural tendency that if you put the gift to use, even if it's a natural talent, it will grow.
അത് ദൈവത്തിന്റെ ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. അതിന് വിശ്വാസിയാകണമെന്നോ അവിശ്വാസിയാകണമെന്നൊന്നുമില്ല. ദൈവം തന്നിരിക്കുന്ന താലന്ത് ആര് നന്നായി ഉപയോഗിച്ചാലും അത് പെരുകും. അതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്. എന്താണ് സ്പിരിച്വൽ? ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നാച്ചുറൽ ടാലന്റ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദൈവം നാച്ചുറൽ ടാലന്റിനെ സ്പിരിച്വൽ ഗിഫ്റ്റായിട്ട് ഉപയോഗിക്കാൻ ദൈവം സഹായിക്കും. ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. ബട്ട് ദിസ് ഇസ് എൻ സ്പിരിച്വൽ ഗിഫ്റ്റ്. ഇതെങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും? ഒന്ന്, ദൈവവചനം ആഴമായി പഠിക്കണം. ദൈവവചനം പഠിക്കുമ്പോഴാണ് ദൈവികമായ കൃപാവരങ്ങൾ നമ്മളിൽ ജ്വലിപ്പിക്കുന്നത്. ഒന്ന്. രണ്ട്, പ്രാർത്ഥിക്കുക. ആസ്ക് ഗോഡ്, കർത്താവേ, എനിക്ക് അങ്ങ് തന്നിരിക്കുന്ന കൃപാവരം എന്താണ് എന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരാമോ? വാട്ട് ഈസ് മൈ കോളിംഗ് ഇൻ ലൈഫ്? ഞാൻ എന്താണ് കർത്താവേ ചെയ്യേണ്ടത്? എന്താണ് എൻ്റെ കൃപാവരം? നീ എന്നെക്കുറിച്ച് വളരെ യുണീക്കായിട്ടൊരു പദ്ധതിയിൽ വാട്ട് ഇസ് ഇറ്റ് ഓ ഗോഡ് ദറ്റ് യു ഹാവ് പുട്ട് ഇൻ മീ? ചോദിക്കാമല്ലോ. അപ്പനോടല്ലേ ചോദിക്കുന്നത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? യു കൻ ആസ്ക് ഗോഡ്. 3, വളരെ ഇമ്പോർട്ടൻറ്റ്, സെർവ് വെറെവർ യു ക്യാൻ. ഈ കർത്താവ് എനിക്ക് താലന്ത് തന്നിട്ടുണ്ട്, ഇല്ല എനിക്കറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ കയ്യും കെട്ടിയിരിക്കുക, ഒരിക്കലും അറിയത്തില്ല. സെർവ് where you can. Serve where you can. 4, നോട്ട് യുവർ പാഷൻ ഓർ ബർഡൻ. ചിലപ്പോൾ അതാകണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷെ അത് നല്ല സാധ്യതയാണ്. ചിലർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് വളരെ പിന്നോക്ക വിഭാഗത്തിലുള്ളവരെ കാണുമ്പോൾ അവരുടെ ഹൃദയം അങ്ങ് തകരും. ദേ ആർ ഫുൾ ഓഫ് കമ്പാഷൻ ഫോർ ദാറ്റ്. ഒരു പക്ഷെങ്കിൽ അങ്ങനെ ഒരു മേഖലയിലായിരിക്കും ദൈവം വിളിക്കുന്നത്. ചിലർക്കാണെങ്കിൽ ഏർബൻ ക്രൗഡിനെ കാണുമ്പോൾ അയ്യോ ഇവരെല്ലാം കൂടെ പോകുന്ന പോക്ക് കാണുമ്പോൾ അതിനെക്കുറിച്ച് ലുക്ക് അറ്റ് ദാറ്റ്. ചിലർ ദേ ആർ വെരി പാഷനറ്റ് അബൌട്ട് ഓൾ പീപ്പിൾ, അല്ലേ? അതായിരിക്കും ചിലപ്പോൾ അവരുടെ ഇത്, നമുക്ക് അറിഞ്ഞുകൂടെ. ബട്ട് ഫൈൻഡ് ഔട്ട് വാട്ട് യുവർ പാഷൻ, വാട്ട് യുവർ ബർഡൻ ഇസ്. 5, വെയിറ്റ് ഫോർ ഗോഡ്സ് ടൈമിങ്. ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം. ഇങ്ങനെയാണ് 5 കാര്യങ്ങൾ. കീപ് ഗ്രോയിങ് ഇൻ ദ വേർഡ്, ആസ്ക് ദ ലോർഡ് ടു റിവീൽ ഇറ്റ്, serve wherever you can, note your passion and burden, wait for God's timing. എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം ഇതിനോട് ചേർത്ത് ഞാനങ്ങ് പറയാം. 19ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യം ഈ എക്സ്റ്റേണൽ ശുശ്രൂഷകൾ, അതായത് പുറത്ത് ശുശ്രൂഷിക്കാൻ പോകുന്നത്. അതിൻ്റെ കാരണം ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് 2ാമത്തെ വർഷമാണ് കർത്താവിന് വേണ്ടി നിൽക്കാൻ വേണ്ടി. ഞാൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നെങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കണം എന്ന് തീരുമാനിച്ചു. അതിന് വലിയൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ. അതുവരെ ഞാൻ റോക്ക് ആൻഡ് റോൾ ബാൻഡിലൊക്കെ ഫസ്റ്റ് ഇയറിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു നമ്മുടെ ജീവിതം. എന്നാൽ 2ാമത്തെ വർഷം തീരുമാനിച്ചു കർത്താവിന് വേണ്ടി മാത്രമേ നിൽക്കത്തുള്ളൂ. കർത്താവ് പാടുവാണെങ്കിൽ കർത്താവിന് വേണ്ടി, ശ്വാസം ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി എന്ന് തീരുമാനിച്ചു. അതെൻ്റെ പേഴ്സണൽ കൺവിക്ഷൻ. അങ്ങനെ തീരുമാനിച്ചിരുന്നപ്പോൾ ഞാൻ ഈ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പം ഞങ്ങൾ ഈ അടയാറ്, ബെസൻ നഗർ ബീച്ചുകളിൽ ഒരു ഗിറ്റാർ എടുത്തുകൊണ്ട് പോയി സുവിശേഷം പറയും. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സും ബസ്സിൽ കയറി, കാരണം ബൈക്കിൽ കയറാൻ വീട്ടിൽ അനുവാദമില്ല. അതുകൊണ്ട് 2 മണിക്കൂർ ബസ്സിൽ 2 ബസ് മാറി കയറി വേണം പോകാൻ. അന്ന് എൻ്റെ ഫ്രണ്ട്സിന് ബൈക്കുണ്ട്, പക്ഷേ വീട്ടിൽ അനുവാദമില്ല. അപ്പോൾ ഗിറ്റാറും ചുമന്നുകൊണ്ട് അവിടെ പോയി ഞങ്ങൾ ഗിറ്റാർ വെച്ച് പോകണം. ഭയങ്കര അന്നത്തെ ശക്തിയൊന്നും ഇന്നില്ല കേട്ടോ. അന്നൊക്കെ അങ്ങോട്ട് പാടാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ആര് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് വിഷയമല്ല, വെച്ച് അങ്ങ് തകർക്കും. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പാടും, ഞങ്ങൾ സുവിശേഷം പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവരും ഓർത്തു എൻ്റെ ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ പാട്ടിലൂടെയാണെന്നുള്ളത് തീരുമാനം. അപ്പോൾ ഞാനും ഓർത്തു എൻ്റെ. പക്ഷെങ്കിൽ വചനം വായിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാം എൻ്റെ മനസ്സിൽ കർത്താവ് പറയുന്നത് എന്നാ, ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വചനത്തിൻ്റെ ശുശ്രൂഷകനാകണം. യു ഷുഡ് ടീച്ച് ദ വേർഡ്. ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ ആരും എന്നെ അങ്ങനെ കാണുന്നില്ല, ആരും എന്നെ ഞാനിങ്ങനെ പോകുന്നതെല്ലാം പാടാം. 19ാമത്തെ വയസ്സിൽ ഞാനിങ്ങനെ ഈ പാട്ടും സുവിശേഷമൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ അങ്കിൾ ദുബായിൽ നിന്ന് ജോർജി വിളിച്ചിട്ട് പറഞ്ഞു, ദുബായിൽ ഞങ്ങൾക്കൊരു വലിയ യൂത്ത് ക്യാമ്പുണ്ട്, അത് ലീഡ് ചെയ്യാൻ വരാമോ പാട്ട്. ഞാൻ പറഞ്ഞു വരാമല്ലോ, നമുക്ക് സന്തോഷമില്ല. അപ്പം ഞാൻ പാസ്പോർട്ടൊക്കെ അന്ന് എടുത്ത് അവരെന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ ഞാൻ ദുബായിൽ ചെന്ന് പാട്ടൊക്കെ പാടി. അപ്പം അന്ന് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പിള്ളേരെ ഇളക്കുക എന്നുള്ളത്. നമുക്ക് വേറെ ഒന്നും അറിയത്തില്ല അങ്ങനെ പ്രത്യേകിച്ച്, വളരെ വെരി യങ്. അപ്പോൾ ഇങ്ങനെ ചാടിച്ചല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര രസം ഇതാന്നൊക്കെ പറഞ്ഞു. അന്ന് സെക്കൻഡ് സെഷൻ ആയപ്പോൾ എന്നോട് പറയാം, അടുത്ത സെഷൻ ചെറി വേണം എടുക്കാൻ. എൻ്റെ ഹൃദയം അങ്ങ് ഞാൻ എൻ്റെ ആയുസ് സെഷൻ പോയിട്ട് ഒരു സാധനം ചെയ്തിട്ടില്ല കേട്ടോ. എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ആകെ ടെൻഷൻ. അപ്പം ഞാൻ അന്ന് വൈകുന്നേരം യൂത്ത്സിന് സെഷൻ എടുക്കുക. എന്തോ എടുത്തത് ഇന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബാക്ക് സ്ട്രീറ്റ് ബോയ്സിൻ്റെ ഏതാണ്ട് ഒരു പവർ പോയിന്റ് ഞാൻ ആദ്യം വെച്ചിട്ട് അതിൻ്റെ ബേസിസിൽ ഏതാണ്ടൊക്കെ പറഞ്ഞു. എന്തോ പറഞ്ഞെന്ന് എനിക്ക്. അന്ന് വൈകിട്ട് ഒരു കുഞ്ഞ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 7ലോ 8ലോ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞ് എൻ്റെ സെഷനിൽ ഇരിക്കുകയായിരുന്നു. സെഷനെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ആൻറ്റിയോട് വന്ന് പറഞ്ഞു, ഞാനൊരു 8ാം ക്ലാസ്സിൽ എന്നെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്,
ഐ വാസ് അബ്യൂസ്ഡ്. ഐ എം അഡിക്റ്റഡ് ടു സ്മോക്കിംഗ്. 8ാം ക്ലാസ്സിലെ കൊച്ചാ കേട്ടോ. ഐ എം അഡിക്റ്റഡ് ടു സ്മോക്കിംഗ്. വലിയ സാക്ഷിയൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ ജീവിതത്തിന് വലിയൊരു ഭാരം മാറിപ്പോയെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം ഒന്ന്, ഈ ഭാരം, ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള ഭാരം. 2, കർത്താവ്, ഞാൻ ഈ പറഞ്ഞ ഈ പൊട്ടത്തരത്തിലൂടെ ഒക്കെ കർത്താവിന് ആളുകളെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ആശ്ചര്യം. ഇതെല്ലാം കൂടെ ഇങ്ങനെ ഞാൻ കിടന്ന് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് റൂംസ്, ജോജങ്ങളുടെ വീട് ഫുള്ളായതുകൊണ്ട് ഞാൻ എന്നെ ഈ ലിവിംഗ് റൂമിൽ ഒരു മെത്തയിലാണ് കിടത്തുന്നത്. അപ്പോൾ ഞാൻ ആ ലിവിംഗ് റൂമിൽ അവിടെ കിടക്കുക. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ, അപ്പോൾ ചിലപ്പോൾ ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചത് ഈ വചനത്തിൻ്റെ പ്രഘോഷകനാകാൻ തന്നെ ആയിരിക്കും എന്നൊക്കെ അകത്തൊരു വലിയ ഇത്. പിന്നെ ഞാൻ വന്ന് ഭയങ്കര ബൈബിൾ പഠിത്തുക. ഞാൻ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് ജോലിക്ക് കയറിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ദേവരാജിൻ്റെ വൈഫ്, അന്ന് അവർ കല്യാണം കഴിച്ചിട്ട്, ചെറിയുടെ കോളിങ് പാട്ടാ. പക്ഷെ എൻ്റെ ഉള്ളിൽ, അപ്പം ഞാൻ അന്ന് ഈ ബൈബിൾ സ്റ്റഡി എല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറയും, ഇല്ല, എനിക്കറിയാം ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഈ ബൈബിൾ സ്റ്റഡിക്ക്. പക്ഷെ ഇവരെന്നെ സമ്മതിക്കത്തില്ല. അപ്പം ഇങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എവിടെയോ വെച്ച് കർത്താവ് നമുക്കും എല്ലാവർക്കും വ്യക്തമാക്കി, ഈ വചനത്തിൻ്റെ ശുശ്രൂഷയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? പക്ഷെ നമുക്ക് ഇപ്പം നമ്മൾ ഈ കിട്ടുന്ന അവസരത്തിൽ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ പ്ലഗ് ഇൻ ചെയ്യാതിരുന്നാൽ, നമ്മുടെ കൃപാവരം എവിടാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്, ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പം ലഭിച്ചിരിക്കുന്ന കൃപയ്ക്ക് അനുസരിച്ച് പ്ലഗ് ഇൻ ചെയ്യുക. ദൈവം അതിങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടെത്തിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് കർത്താവ്, എൻ്റെ കൃപ എന്തുവാ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എവിടാണ് ഇത്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ അവസരമുണ്ടോ യു പ്ലഗ് ഇൻ. അവിടെ ദൈവം നമ്മുടെ കൃപാവരം ജ്വലിപ്പിക്കുകയും നമ്മുടെ തക്ക സമയത്ത് അത് ഉപയോഗിക്കാൻ ദൈവം നമുക്ക് അവസരം തരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യൗവനക്കാരും പ്രായമുള്ളവരൊക്കെ എവിടെയാണെങ്കിലും, യൂസ് വാട്ട് യു ഹാവ് ഇൻ ദ പ്ലേസ് ഗോഡ് ഹാസ് പ്ലേസ്ഡ് യു. അവിടാണ് അതിൻ്റെ കീ. അത് കഴിയുമ്പോൾ ദൈവം ആ കൃപാവരം വർദ്ധിപ്പിച്ച് തരും. ഡിസ്കവർ യുവർ ഗിഫ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മേഖലയിലേക്ക് പോകാം. ഹൗ ഡസ് ജീസസ് ഗിവ് ദീസ് ഗിഫ്റ്റ്സ്? എഫേസ്യ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെ. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ച് കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതി മീതെ കയറിയവനും ആകുന്നു. ഇവിടെ എന്താണ് ഇത്? ഈ ഭാഗം എന്ന് പറയുന്ന അനേകം സ്കോളേഴ്സ് പല വിധത്തിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പല വിധത്തിൽ. അത് കുഴപ്പമില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. പൗലോസ് ഉപയോഗിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനം 68:18. അവിടെ യെബൂസ്യരിൽ നിന്നുള്ള വിജയത്തെ നേടിക്കഴിയുമ്പോൾ ദാവീദ് പാടുന്ന പാട്ടാണ്. എന്താണ് പറയുന്നത്? അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, യെബൂസ്യന്മാരെ എല്ലാം കീഴടക്കി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ലഭിച്ച കൊള്ളയെല്ലാം ദാവീദ് ഇസ്രായേൽ മക്കൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ സൈറ്റ് ചെയ്യുകയാണ് പൗലോസ് ഇവിടെ. എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അതായത് വിജയാളിക്ക് എന്നും ഈ സ്പോയിൽസ് ഉണ്ട്, ഈ എന്താ പറയേണ്ടത്, ഈ ഗിഫ്റ്റ്സ് കിട്ടുന്നു. എന്താണ്? പിടിച്ചെടുത്തുകൊണ്ട് വന്നതെല്ലാം ഈ വിജയാളിക്ക്. അപ്പോൾ പറയാൻ ആഗ്രഹിച്ചത് ഇത്ര മാത്രം, പൗലോസ് യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ, അവനെ ക്രൂശിൽ തറച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ പാതാളത്തെയും പാപത്തെയും സാത്താനെയും ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ എല്ലാവർക്കും നല്ല ദാനങ്ങൾ, അവൻ ഉയരങ്ങളിൽ കയറി പരിശുദ്ധാത്മാവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. അതുകൊണ്ട് നല്ല ദാനങ്ങളെ അവൻ വളരെ ക്ലിയർ ആയിട്ട്, വിജയാളിയായവൻ, വിജയിച്ചവൻ്റെ കൂടെ ആയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ പറഞ്ഞ നല്ല ദാനങ്ങളെയൊക്കെ അവൻ കൊടുത്തു. അപ്പോൾ ഇവിടെ വരുന്ന കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുമ്പോൾ, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അപ്പോൾ ഇതിനകത്ത് ആദ്യ സഭാപിതാക്കന്മാർ വിശ്വസിച്ചിരുന്ന കാര്യം ഞാൻ പറയാം. അവർ പറഞ്ഞത്, ഇതിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പോസിറ്ററി അണ്ടർസ്റ്റാൻഡിങ്, വേദപുസ്തകത്തിൽ അല്ലെ പുതിയ നിയമത്തിൽ നിന്ന് ഇതിനൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ സഭാപിതാക്കന്മാർ വിശ്വസിച്ചത് ഇത്ര മാത്രം. ഇങ്ങനെയാണ് പലരും വിശ്വസിക്കുന്നത്. യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ ഷിയോളിലേക്ക് അവൻ കടന്നു ചെന്ന് എന്താണ് സംഭവിച്ചത്? അവിടെ വിശ്വാസികളായ പഴയ നിയമ വിശ്വാസികളെ അവൻ ബദ്ധന്മാരെ വിടുവിച്ചു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറയുന്നത് എബ്രഹാമിൻ്റെ മടി എന്നൊക്കെ പറയുന്ന, പറുദീസ എന്നൊക്കെ പറയുന്ന ഭാഗം, അത് ക്രിസ്തുവിനോട് കൂടെ അല്ലെ, സ്വർഗത്തിലല്ല. കാരണം കർത്താവ് ഇതുവരെ മരിച്ചിട്ടില്ല, മരണത്തിന്റെ മേൽ ജയം പ്രാപിച്ചിട്ടില്ല ക്രോണോളോജിക്കലി. മനസ്സിലായോ? അതുകൊണ്ട് പഴയ നിയമത്തിൽ മരിച്ചവർ
അബ്രഹാമിന്റെ മടിയിൽ അല്ലെങ്കിൽ പറുദീസ അല്ലെങ്കിൽ ഷിയോളിന്റെ ഒരു ഭാഗത്ത് വിശ്രമിക്കുന്നു. ഉം. ഈ വിശ്രമിക്കുന്ന ഭാഗത്ത് അവൻ ഭാഗങ്ങൾ കയറി അവിടെ ബദ്ധന്മാരെ വിടുവിച്ചു. ഹി റിലീസ് ദ ക്യാപ്റ്റീവ്സ്. അതാണ് ഈ പഴയ ഒരുമാതിരിപ്പെട്ട ആദ്യ സഭാപിതാക്കന്മാരെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്ത് അവർ ചെന്ന് അവനെ വിടുവിച്ചു. ഇപ്പോൾ എങ്ങനെ, പുതിയ നിയമത്തിൽ എങ്ങനെ, പൗലോസിന്റെ ഭാഷയിൽ ഞാൻ ഇന്ന് മരിച്ചാൽ ഈ ദേഹം വിട്ട് ക്രിസ്തുവിനോട് കൂടെ, അല്ലെ? ആബ്സെന്റ് വിത്ത് ദ ബോഡി, പ്രസന്റ് വിത്ത് ക്രൈസ്റ്റ്. അതുകൊണ്ട് ഇന്ന് ഒരു വിശ്വാസി മരിച്ചാൽ അബ്രഹാമിന്റെ മടിയെന്നോ ഷിയോളോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് ഈ സെക്കൻഡ് മരിച്ചാൽ, ദിസ് മൊമെന്റ്, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ഇപ്പൊ പോയെന്ന് വിചാരിച്ചു, ഇപ്പൊ കുഴഞ്ഞു വീണു, ആ നിമിഷം ഞാൻ ഈ ദേഹം വിട്ട് ക്രിസ്തുവിനോട് കൂടെ. കാരണം എന്നാ? ക്രിസ്തു മരണത്തെയും പാതാളത്തെയും സാത്താനെയും ജയിച്ചു. അവൻ ബദ്ധന്മാരെ വിടുവിച്ചു. അപ്പോൾ അവൻ ഉയരങ്ങളിൽ കയറിയപ്പോൾ എന്താണ് സംഭവിച്ചത്? പരിശുദ്ധാത്മാവും അതിനോടുകൂടെ സകല കൃപാവരങ്ങളും തൻ്റെ ശിഷ്യന്മാർക്ക് അവൻ നൽകി. അതാണ് ആ ഭാഗത്തിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ. സ്ക്രിപ്ചർ വെച്ച് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. അതുള്ള കാര്യം ഞാൻ പറയണം. പക്ഷെ ഇങ്ങനെയാണ് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഈ ഗിഫ്റ്റ്സ്, ഈ കൃപാവരങ്ങൾ എന്തിനു വേണ്ടി? 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 11-ാമത്തെ വാക്യം, 4:11. അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ? അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, ടീച്ചേഴ്സ്, ഇവാഞ്ചലിസ്റ്റ് ആൻഡ് പാസ്റ്റേഴ്സ്. 5 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് സഭയുടെ ഇതിനു വേണ്ടി. 5 കൂട്ടം കാര്യങ്ങൾ. 1, അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോസ്റ്റോലോസ് എന്ന് പറയുന്ന അയക്കപ്പെട്ടവൻ എന്ന അർത്ഥം. അയക്കപ്പെട്ടവൻ എന്ന അർത്ഥം. അപ്പോൾ ഇന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം, ഇന്ന് അപ്പോസ്തലന്മാരുണ്ടോ? ആദിമ സഭ കഴിഞ്ഞാൽ പിന്നെ അപ്പോസ്തലന്മാരുണ്ടോ? ഞാനത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അയക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ഇന്ന് അപ്പോസ്തലന്മാരുണ്ട്. അയക്കപ്പെട്ടവൻ, നമ്മളെല്ലാം അയക്കപ്പെട്ടവരാ. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകും, അയക്കപ്പെട്ടവരാ. എന്നാൽ ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്തു യേശു തിരഞ്ഞെടുത്ത 12ഉം 13, പിന്നെ പൗലോസും 13, ആ ഒരു ഓഫീസിനനുസരിച്ചുള്ള അപ്പോസ്തലന്മാർ ഇന്നുണ്ടോ? ഇന്നില്ല. അതിന്റെ കാരണം എഫേസ്യ ലേഖനം 2:20 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദ ഫൗണ്ടേഷൻ വിച്ച് ഇസ് ക്രൈസ്റ്റ് ബീങ് ദ കോർണർ സ്റ്റോൺ ബിൽറ്റ് ഓൺ ദി അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ്. അത് ഫൗണ്ടേഷൻ നമ്മൾ പിന്നെയും പണിയേണ്ട കാര്യമുണ്ടോ? പിന്നെയും പണിയേണ്ട കാര്യമൊന്നുമില്ല. അത് ആ അടിസ്ഥാനമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ആ 13 അപ്പോസ്തലന്മാർ ഇൻക്ലൂഡിങ് പോൾ അങ്ങനെ എന്നാൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? ശീലാസ്, ബർണബാസ്, അവരെല്ലാം അയക്കപ്പെട്ടവർ, അപ്പോസ്റ്റൽസ് ആണ്, അയക്കപ്പെട്ടവരാണ്. 13 പേരുടെ ഓഫീസ് പോലൊരു ഓഫീസ് ഇന്നില്ല. അത് യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 13. അതിന്റെ കാരണം എന്നാ? അതിന് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അവർ യേശുവിനോട് കൂടെ നടന്നവരായിരിക്കണം, യേശുവിന്റെ സ്വർഗാരോഹണം കണ്ടവരായിരിക്കണം, ദേ ഷുഡ് ബി ദ ഫസ്റ്റ് ഹാൻഡ് വിറ്റ്നസസ് ഓർ അൻ ഇമ്മീഡിയറ്റ് കോൺടാക്ട് ഓഫ് ദ വിറ്റ്നസ്. ഇങ്ങനെ പല പല കാറ്റഗറീസ് ഉണ്ടായിരുന്നു. അവരെഴുതിയ ലേഖനങ്ങളും അവരെഴുതിയ പുസ്തകങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കാനനൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ഉണ്ട്. ഇതെല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഓഫീസില്ല. പക്ഷെങ്കിൽ ജനറിക്കായിട്ട് നമ്മൾ പറയുകയാണ് അയക്കപ്പെട്ടവരുണ്ട്, എല്ലാവരും അയക്കപ്പെട്ടവരാ, അങ്ങനെ അയക്കപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ച് എന്താ പറയുന്നത്? കർത്താവ് കൊടുത്ത, അന്ന് ഓർത്തോണം പുസ്തകമില്ല, കർത്താവ് കൊടുത്ത വെളിപ്പാട് കർത്താവിൻ്റെ അതേ സൈഡിൽ നിന്ന് പറയുവാൻ വേണ്ടി എടുത്തുപയോഗിച്ചവരാണ് അപ്പോസ്തോലന്മാർ. അവർ പോയിടത്തെല്ലാം അവർ പറഞ്ഞതിന് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, മിറക്കിൾസ്, അത്ഭുതങ്ങളും അടയാളങ്ങളും അവരെ പിന്തുടർന്നു. അതുകൊണ്ട് ആർക്കും ഒരു സംശയമില്ലായിരുന്നു. ചിലയിടത്ത് പറയുമ്പോൾ വർക്ക് ചെയ്യുന്നു, ചിലയിടത്ത് പറയുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എപ്പോഴൊക്കെ അപ്പോസ്തലൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% വേദപുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, പറഞ്ഞത് അതുപോലെ തന്നെ, പ്രവചിച്ചത് അതുപോലെ തന്നെ, സൗഖ്യമാക്കിയത് അതുപോലെ തന്നെ, സയൻസ് ആൻഡ് വണ്ടേഴ്സ് അതുപോലെ തന്നെ. അല്ലാതെ ഇവിടെ ചെന്നപ്പോൾ എഴുന്നേറ്റ് നടക്കുക, അവിടെ ചെന്ന് എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റില്ല, ഇവിടെ അവൻ എഴുന്നേറ്റു, അങ്ങനത്തെ കോൺസെപ്റ്റ് ഇല്ല. മനസ്സിലായോ? അതാണ് അപ്പോസ്തലൻ എന്ന് പറയുന്ന ആദ്യമ ഓഫീസിന്റെ പ്രത്യേകത. ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് ദി ഓഫീസ് ഓഫ് ഹൗ ഇറ്റ് എക്സിസ്റ്റഡ് അമംഗ് ദ 13 ഇപ്പോൾ ഇല്ല. 2, പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരുടെ അവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി വാസ് ഇൻ ദ ചർച്ച്. അപ്പോസ്തലന്മാര് സുവിശേഷം പ്രസംഗിക്കുമ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോഴും പ്രവാചകന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ എഡിഫിക്കേഷന് വേണ്ടിയായിരുന്നു അവരുടെ. അതുകൊണ്ട് എഫേസ്യ ലേഖനം 2:20 ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നു.
അപ്പോൾ ഈ അടിസ്ഥാനത്തിന്റെ മേലാണ് പണിതിരിക്കുന്നത്. അടിസ്ഥാനം വീണ്ടും വീണ്ടും പണിയേണ്ട കാര്യമില്ല, അടിസ്ഥാനം അവിടെ ഉണ്ട്. എന്താണ്? മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തു യേശു, അപ്പോസ്തോലന്മാര്, പ്രവാചകന്മാർ. ദിസ് ഇസ് ഓൾറെഡി ദ ഫൗണ്ടേഷൻ. അങ്ങനെ ഒരു അടിസ്ഥാനം ഇനിയും ആവശ്യമില്ല. പിന്നെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ശുശ്രൂഷ, അതായത് ആദിമസഭ രൂപീകരിച്ചതിന് ശേഷം, അടിസ്ഥാനങ്ങൾ പണിത ശേഷം, വേദപുസ്തകം നമുക്ക് കിട്ടിയതിന് ശേഷം പിന്നെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ഉള്ള ശുശ്രൂഷ, ഇനിയുള്ള സഭയെ നോക്കേണ്ട ശുശ്രൂഷ കൈമാറിയിരിക്കുന്നത്. The baton has been passed. To whom? It has been passed to the evangelists, the pastors and the teachers. ഇവാഞ്ചലിസ്റ്റിന്റെ പ്രത്യേകത എന്താ? സുവിശേഷകന്മാർ. ഇന്ന് ഈ സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ ഒരു ചില കാറ്റഗറി കുറഞ്ഞ പോലെ ഇപ്പൊ തോന്നുന്നത് അല്ലേ? ഇപ്പൊ എല്ലാവർക്കും ഇച്ചിരി പഞ്ചുള്ള പേരൊക്കെ വേണം. അതുകൊണ്ടാണ് ഈ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ളതൊന്നും പോരാ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അതിൻ്റെ കൂടെ പഞ്ചുള്ള, അതുകൊണ്ട് മുമ്പുള്ള പേരുകളും പ്രോഫിറ്റും അങ്ങനത്തെ പേര്. ഇവാഞ്ചലിസ്റ്റ് എന്തുവാ? ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിയോൺ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വരുന്നു. എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ്. ഈ ഗുഡ് ന്യൂസിനെ പ്രൊക്ലെയിം ചെയ്യുന്നവനാണ് ഇവാഞ്ചലിസ്റ്റ്. ദൂതന്മാർ പോലും ഇതാണ്. അവന്റെ പ്രത്യേകത എന്താ? അവരുടെ പ്രത്യേകത എന്താ? ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ ഇത് പ്രസംഗിക്കപ്പെടണം. ഇവാഞ്ചലിസ്റ്റ്. ഇതിപ്പോ അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു ടൈറ്റിൽ അല്ല. ആർക്കും ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ? സുവിശേഷം പ്രസംഗിക്കപ്പെടാത്ത സ്ഥലത്ത് പോകാൻ താല്പര്യമുണ്ടോ? ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടോ? ഈ മാസം ഞങ്ങൾ 6 സ്കൂൾസിലാണ് പോകുന്നത്. 6 സ്കൂൾസിൽ 90 മിനിറ്റ്സ് നമ്മൾ കെഞ്ചി അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടും. 10,000-2000 പിള്ളേരെങ്കിലും കാണും ഒരു സ്കൂളിൽ അല്ലേ? ഒരു പക്ഷെങ്കിൽ അവരിൽ പലരും സുവിശേഷം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഒരു പക്ഷെങ്കിൽ പലരും അവരൊരിക്കലും കേട്ടിട്ടില്ല. സ്കൂൾസിൽ ഒരു കാലത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള സുവിശേഷീകരണം ഉണ്ടായിരുന്നു. മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള എൻ്റെ അനേക സ്നേഹിതർ, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ കർത്താവിനെ അറിഞ്ഞത് അങ്ങനെ ആളുകൾ വന്നതുകൊണ്ടാണ്. ഇന്ന് അധികം പോരില്ല. കാരണം എന്നാ? ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി കുറഞ്ഞു. അപ്പൊ സുവിശേഷം ചെന്നിട്ടില്ലാത്ത സ്ഥലത്ത് നമുക്ക് പോകാനൊരു താല്പര്യമില്ല. പിന്നെയോ നമുക്ക് താല്പര്യമാണ്. എവിടെ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെ തന്നെ പ്രസംഗിക്കും. ഈ മീറ്റിങ്ങിന് വന്നവൻ ആ മീറ്റിങ്ങിന് പോകും, അവിടെ ചെന്ന് പിന്നെയും പ്രസംഗിക്കും. അത് ആവശ്യമില്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഇവാഞ്ചലിസ്റ്റ് പിന്നെന്ത് ചെയ്യും? പ്രസംഗിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ. ഈ മിഷൻസ് ഇന്ത്യയുടെ ടാഗ് ലൈൻ എന്താണെന്നറിയോ? റീച്ച് ദി അൺറീച്ച്ഡ് അറ്റ് എനി കോസ്റ്റ്. മിഷൻസ് ഇന്ത്യ എവിടൊക്കെ നമ്മൾ പോയിട്ടുണ്ടോ, അതായത് ജമ്മു തൊട്ട് താഴെ വരെ, ഒരു പ്രാവശ്യം പോലും സുവിശേഷം ചെന്നിട്ടില്ലാത്ത ഗ്രാമങ്ങളിലേ പോയിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് നമ്മുടെ അറിവിൽ അങ്ങനെ സ്ഥലങ്ങളിലേ പോകത്തുള്ളൂ. ഇപ്പോഴും 6 ലക്ഷം ഗ്രാമങ്ങളിൽ 4 ലക്ഷം ഗ്രാമങ്ങൾ സുവിശേഷീകരിക്കപ്പെട്ടിട്ടില്ല ഇന്നും ഇന്ത്യയിൽ. നമ്മൾ ഫേസ്ബുക്കിൽ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ഇന്ത്യ മുഴുവൻ അങ്ങ് സുവിശേഷീകരിച്ച് ഇനി നമുക്ക് എല്ലാം മിഷണറിമാരെ പുറത്തോട്ട് അയക്കാമെന്നുള്ള റെഡിയില്ല. അതായിക്കോട്ടെ. പക്ഷെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴും 4 ലക്ഷം ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിപ്പെട്ടിട്ടില്ല. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവാഞ്ചലിസ്റ്റ് ഭയങ്കര വർക്കല്ലേ? പക്ഷെ ഈ പേര് ഇപ്പോൾ ആർക്കും താല്പര്യമില്ല, ഇവാഞ്ചലിസ്റ്റ്. പിന്നെ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷെപ്പേർഡ്, ഇടയൻ, അധ്യക്ഷൻ, ഓവർസിയർ, ബിഷപ്പ്, ഇതെല്ലാം ഒരു കാറ്റഗറി പെടുന്ന മിനിസ്ട്രിയാണ് പാസ്റ്റർ. എന്ന് പറഞ്ഞാൽ പത്രോസ് തന്നെ പറയുന്നുണ്ട്, എന്താണ്? നിങ്ങൾ നല്ല മൂപ്പന്മാരായിരിക്കണം. അതിനുള്ള വാക്കുകളാണ് പലതും. എൽഡേഴ്സ്, ചില സഭകളിൽ എൽഡേഴ്സ് എന്നുള്ള പദം. എപ്പിസ്കോപ്പോസ്, ചില സഭകൾ അത് ഉപയോഗിക്കും. പ്രസ്ബിറ്ററോസ് എന്ന് പറഞ്ഞ പ്രസ്ബിറ്റർ എന്നൊക്കെ പറയത്തില്ലേ? പ്രസ്ബിറ്റേറിയൻ ചർച്ച് പറയുന്നത് പ്രസ്ബിറ്റർ. ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന ഇടയൻ എന്ന് പറയുന്ന വാക്ക്, പാസ്റ്റർ എന്ന് പറയുന്ന വാക്ക്, അതാണ് അതിൻ്റെ റോള്. ഇടയന്മാർ എന്നുള്ളത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ. ഇടയൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ തെറ്റാതെ നടത്തുക എന്നുള്ളതാണ് ഇടയൻ്റെ റോൾ. എല്ലാവരും 1 തിമോഥെയോസ് 3:1 ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. ഇറ്റ് ഈസ് എ നോബിൾ തിങ് ടു ബി എ പാസ്റ്റർ ഓഫ് എ ഫ്ലോക്ക്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ദൗത്യം എന്താണ്? ഈ ഇടയന്റെ മെയിൻ ദൗത്യം എന്താണ്? ഒറ്റ ദൗത്യം, മെയിൻലി ഉപദേശം നല്ലതുപോലെ കുഞ്ഞാടുകൾക്ക് കൊടുക്കുക. ഇതാണ് ഇടയന്റെ ദൗത്യം, മറ്റതൊന്നുമല്ല. ഈ പ്രോഗ്രാം എങ്ങനെ നടത്തണമെന്നോ ആ പ്രോഗ്രാം എങ്ങനെ നടത്തണമെന്നോ ഈ ചർച്ച് ബിൽഡിങ്ങിന് ഫണ്ട് റൈസ് അതെല്ലാം വേണം. പക്ഷെ അതല്ല മെയിൻ റോൾ. ഇടയന്റെ റോൾ എന്ന് പറഞ്ഞാൽ, പത്രോസിനോട് എന്താ കർത്താവ് പറഞ്ഞേ? നിന്റെ മേൽ ഞാൻ സഭയെ പണിയും,
നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആടുകളെ ഫീഡ് മൈ ഷീപ്പ്. ഒറ്റ ദൗത്യം, ഫീഡ് മൈ ഷീപ്പ്. എങ്ങനെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്? ദ വേർഡ് ഓഫ് ഗോഡ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സിനെ കുറിച്ച് 1 തിമോത്തിയോസ് 3:2 പറയുന്നത്, എന്നാൽ അധ്യക്ഷൻ നിരപവാദിയ ആദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും, പിന്നെ കണ്ടോ, ശ്രദ്ധിച്ചോ, ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. അപ്പോൾ അധ്യക്ഷൻ അല്ലെങ്കിൽ ഇടയൻ എന്ന് പറയുന്ന ആളുടെ വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ഉപദേശിപ്പാൻ. തീത്തോസിന്റെ ലേഖനം 1:8, പത്യോപദേശത്താൽ ഈ ഇടയനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പത്യോപദേശം പഠിപ്പിക്കാൻ പ്രബോധിപ്പിക്കാൻ കഴിവുള്ളവനായിരിക്കണം ഇടയന്റെ ക്രൈറ്റീരിയ. അതുകൊണ്ട് ഒരു ഇടയനാകാൻ ഒരുവൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്കിൽ സെറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ദൈവവചനത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യവും അത് പഠിപ്പിക്കാനുള്ള കഴിവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ കാരണം എന്നാ? ചെന്നായ്ക്കളെ നിന്ന് ആട്ടിൻകൂട്ടത്തെ വിടുവിക്കണമെങ്കിൽ, രക്ഷിക്കണമെങ്കിൽ ഇത് നല്ലതുപോലെ, പിന്നെയും പറയുന്നുണ്ട് 1 തിമോത്തി, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. അപ്പോൾ വീണ്ടും എന്താ പറയുന്നത്? പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും. ഈ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വചനം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെയൊക്കെ ചിന്ത എന്നാണെന്നറിയോ? ഈ ഡൈനാമിക്കായിട്ട് ഒരാൾ വന്നെന്ന് പറഞ്ഞാൽ കുറെ പരിപാടിയൊക്കെ നടത്തി, പുതിയൊരു ചർച്ചൊക്കെ പണിത്, അവിടെ വേറെ അതൊക്കെ ആവശ്യമാണ്. ആ ഡൈനാമിസത്തിനായിട്ടൊക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെയുള്ള ഡൈനാമിക്കായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെങ്കിൽ പ്രൈമറി റെസ്പോൺസിബിലിറ്റി അതല്ല. പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഉപദേശത്തിലും വചനത്തിലും ഉറപ്പിക്കുക, പത്യോപദേശത്തിൽ പ്രബോധിപ്പിക്കുക, പിന്നെന്താണ്, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കുക. ഇതൊക്കെയാണ് മെയിൻ ക്രൈറ്റീരിയ. അതുകൊണ്ടാണ് ഒരു ഇടയൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല പങ്ക് ദൈവവചനത്തിൽ സമയം ചെലവഴിക്കണം. വേറൊന്നുമല്ല. രാവിലെ തൊട്ട് ഞാൻ ഹൗസ് വിസിറ്റിംഗ് ആയിരുന്നു, ഞാൻ അവിടെ പോയി ഈ പ്രോഗ്രാം നടത്തി, അവിടെ ഇനോഗ്രേഷൻ, അതെല്ലാം ആവശ്യമാണ്. പക്ഷെങ്കിൽ ദിവസത്തിൻ്റെ നല്ല ഭാഗം ദൈവവചനത്തിലല്ലെങ്കിൽ നല്ല ഇടയാനാകാൻ ഒക്കത്തില്ല. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഇടയാനാകാൻ പറ്റും, എല്ലാവരും കൈകൊട്ടുന്ന ഇടയാനാകാൻ പറ്റും. പക്ഷെങ്കിൽ നല്ല ഇടയാനാകണമെങ്കിൽ ദൈവവചനത്തിൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ 5 ഫങ്ഷൻസ് കൊടുത്തത്? എന്തിനു വേണ്ടിയാ? ഫോർ വാട്ട്? ഈ ഗിഫ്റ്റ്സ് കൊടുത്തിരിക്കുന്നത്, ഈ നല്ല ദാനങ്ങളെ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകി തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? 1, എക്വിപ്പിംഗ് ദ സെയിൻസ്. ഇതെല്ലാം തന്നിരിക്കുന്നത് നമ്മുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് നമ്മൾ ഏതാണ്ട് വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടിയല്ല. പിന്നെയോ എന്തിനു വേണ്ടിയാ? എക്വിപ്പ് ദ സെയിൻസ്. ഈ പറഞ്ഞ നമ്മുടെ വിശുദ്ധന്മാർക്ക് ആത്മീക വർധന വരുത്തുക എന്നുള്ളതാണ്. The primary goal is to provide spiritual resources to the saints so that they become more like Christ. നമ്മുടെ കൂട്ടത്തിലുള്ള ആടുകളെ, അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആളുകളെ ക്രിസ്തുവോളം വളരുമാറാക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഈ കൃപാവരങ്ങൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം ദൗത്യം, അല്ലെങ്കിൽ ഒരു ഇടയൻ്റെ ദൗത്യം, അല്ലെങ്കിൽ ഒരു അപ്പോസ്തലന്റെ ദൗത്യം, അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ ദൗത്യം എന്തോ ഒറ്റ ദൗത്യമേ ഉള്ളൂ. എന്തോ ദൗത്യം? ക്രിസ്തുയേശുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് നോട്ട് ഓൾവേസ് ലേണിംഗ് സംതിങ് ന്യൂ. ചിലരാണ് ചിന്തിക്കുന്നത് പുതിയത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങനല്ല. ചില പഴയത് ഓർമ്മിപ്പിക്കുന്നതും ഈ ഭാഗത്തിൻ്റെ, ഈ റോളിൻ്റെ ഒരു 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 ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. 2, സർവീസ്. എന്താണ് പറയുന്നത്? യഥാസ്ഥാനത്വത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് കേട്ടോ. അപ്പൊ ഇവിടെ വായിക്കുന്നത് 4-ാമത്തെ അധ്യായത്തിന്റെ 12-ാം, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും, മെച്ചോറിറ്റി, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. 2ാമത് എന്തിനാണെന്നറിയോ? ഇറ്റ് ഈസ് ഫോർ സർവീസ്, ശുശ്രൂഷയ്ക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ? മറ്റുള്ളവരെ എക്വിപ്പ് ചെയ്യാൻ. എന്തിനാ എക്വിപ്പ് ചെയ്യുന്നത്? അവർ സെർവ് ചെയ്യാൻ വേണ്ടി, സോ ദാറ്റ് ദേ കൻ സെർവ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു പക്ഷെങ്കിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ഈ ചെറുപ്പക്കാരൻ അല്ലെ ഈ കൊച്ച് വളർന്നു വരുമ്പോൾ സഭയുടെ ശുശ്രൂഷകരായിട്ട് മാറണം, അല്ലേ? ദേ ഷുഡ് ഹെൽപ്പ്. അവർ ചിലപ്പോൾ ഒരു സൺഡേ സ്കൂൾ ടീച്ചറായി മാറണം, അല്ലെങ്കിൽ അവര് ഒരു 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 മിഷണറിയായി മാറണം.
അല്ലെങ്കിൽ അവർ അഡ്മിനിസ്ട്രേഷൻ. ദ ഹോൾ ഐഡിയ ഇസ് ദാറ്റ് എവറി സെയിന്റ് ഷുഡ് ബി പ്രിപ്പയർ ടു സെർവ്. ഞാൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കും, ഒരർത്ഥമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, നമ്മളിലൂടെ കർത്താവിനെ അറിഞ്ഞ് നമ്മളുടെ ശുശ്രൂഷയിലൂടെ വളർന്നവർ വേറെ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതിൻ്റെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പകരം വേറൊരാൾ പോകുന്നത് പോലെ ഇത്ര വലിയ സന്തോഷം വേറെ ഒന്നും ഇല്ല. ഈ മിനിഞ്ഞാന്ന് ഞങ്ങളുടെ ടീൻസ് കോൺഫറൻസിൻ്റെ പ്ലാനിങ് നടക്കാൻ പോകായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി മീറ്റിംഗ് നടത്താൻ. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വൈകുന്നേരം. അതും കഴിഞ്ഞ് തിരിച്ച് വന്ന് എനിക്ക് 2 വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ്. അതും ചെയ്ത് കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മുടെ ഓഫീസിലിരിക്കുമ്പം രാത്രി 9 മണിക്ക് ടീൻസ് കോൺഫറൻസിൻ്റെ പ്ലാനിങ് മീറ്റിംഗ് ഉണ്ട്. എൻ്റെ മുഖം എല്ലാം കണ്ടിട്ട് നമ്മുടെ ഒരു സ്നേഹിതൻ റോയ്സ് എന്നോട് പറഞ്ഞു, ചെറിച്ചാ, യു ഡോണ്ട് ഹാവ് ടു കം, വി വിൽ മാനേജ്. എൻ്റെ ജീവിതത്തിന് എത്ര സന്തോഷം. എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഇപ്പം എനിക്കറിയാം ഞാനില്ലേലും ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുമെന്ന്. മനസ്സിലായോ? ഇതാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ ഇപ്പോൾ എല്ലാത്തിനകത്തും നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ വളരത്തില്ല, ഒരിക്കലും വളരത്തില്ല. നമ്മൾ മുഖാന്തരം വേറൊരാൾ ശുശ്രൂഷിക്കണം, ആ ശുശ്രൂഷകൻ മുഖാന്തരം വേറൊരാൾ ശുശ്രൂഷിക്കണം. അതാണ് ബ്യൂട്ടി. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി, അല്ലേ? നമുക്ക് പകരക്കാരനായ ഒരാളെ വിടാൻ പറ്റുന്നു. എത്ര മനോഹരമായിരിക്കും സർവീസ്. ഞാൻ ഇവിടെ മനു ഉണ്ടല്ലോ, മനുവിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ സക്രിയാങ്കൾ എനിക്ക് അയച്ചു തന്നു. മനു പ്രസംഗിക്കുക, എന്നോട് പറഞ്ഞു, മനു നല്ല സ്ട്രോങ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം നൽകുന്ന കാര്യം. കാരണം ഞാൻ പണ്ടൊരിക്കൽ ഞാൻ മനുവിനോട് പറഞ്ഞ്, എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊന്ന് 2-3 വർഷം ഞാൻ പറഞ്ഞു, വചനത്തിൻ്റെ ശുശ്രൂഷ ഒരു പക്ഷെങ്കിൽ ദൈവം ചിലപ്പോൾ ഏൽപ്പിക്കുമെന്ന്. ഞാൻ പണ്ട് പറഞ്ഞത് മനു ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അത് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. അങ്ങനെ മനു ഇനി അടുത്ത ആളിനെ നോക്കണം. അടുത്ത ആളാരാ? ഹൂസ് ദ നെക്സ്റ്റ് പ്രീച്ചർ ഓഫ് ഗോഡ്സ് വേർഡ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നായി നമ്മൾ, കാരണം ഇതൊന്നും ഒരു വൺ മാൻ ഷോ ഒന്നുമല്ല. കർത്താവിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇത് ചെയ്യും, ഒരൊറ്റ ആൾ, അങ്ങനെയൊന്നും അല്ല ഇത് നടക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. എല്ലാവരും ഇതിനു വേണ്ടി അവസാനം പറയുന്ന 3-ാമത്തെ പോയിന്റ് എന്തുവാ? കാരണം എന്നാ? ബിൽഡിംഗ് അപ്പ്. ദ സെയിന്റ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്തിനു വേണ്ടിയാ? നമ്മുടെ രാജ്യമല്ല, ദൈവരാജ്യം വളരുവാൻ വേണ്ടി നമ്മൾ കാരണക്കാരായി തീരുന്നു. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. എന്തിനു വേണ്ടിയാ ദൈവം കൃപാവരം? നമ്മൾ ചിലപ്പോൾ ഈ കൃപാവരങ്ങളൊക്കെ ആഗ്രഹിക്കുമ്പോൾ എന്തിനു വേണ്ടിയാന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ വിശുദ്ധന്മാരെ എക്വിപ്പ് ചെയ്യാൻ. 2, എന്തിനു വേണ്ടിയാണെന്നറിയാം? അവർ സെർവ് ചെയ്യണം. 3, എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ രാജ്യം ഇത് മുഖാന്തരം വളരണം. അപ്പോൾ ഇതാണ് ജീവിതത്തിൻ്റെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ദിസ് ഇസ് വൈ ദ ലോർഡ് ഹാസ് ഗിവൺ us ദിസ്. പിന്നെ അതെന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? വാട്ട് ഈസ് ഇറ്റ് ലീഡിങ് ടു? ഇറ്റ് ഈസ് ലീഡിങ് ടു നമ്പർ 1, സ്പിരിച്വൽ മെച്യൂരിറ്റി ആൻഡ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. സ്പിരിച്വൽ മെച്യൂരിറ്റി ആൻഡ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. 14-ാമത്തെ വാക്യം, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലയുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പോൾ ഇവിടെ എന്താണ് എൻ്റെ കാര്യം? വി ആർ ക്രിസ്തു എന്ന തലയോളം വളരുകയാണ്. സ്പിരിച്വൽ മെച്യൂരിറ്റി. കുഞ്ഞുങ്ങളെപ്പോലെ കാറ്റിനാൽ അലയുന്നവരാകരുത്. ഞാൻ എപ്പോഴും ഈ ചില സഭകളിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അവരെന്നോട് വന്ന് ചോദിക്കും, ബ്രദർ, ഈ ഒരു ഉപദേശം കേട്ടോ, ഇത് എന്തോ ബ്രദറിന് ഇതിനെക്കുറിച്ച് പറയാൻ എന്താ? ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്, ജെനുവൻലി കൺഫ്യൂസ്ഡാണ്. ഞാൻ ഇരുത്തി വചനത്തിൽ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവരെ ഉറപ്പിക്കും. അപ്പം ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, നമ്മുടെ ചില യൂത്ത് മീറ്റിങ്ങിന് വരുന്ന യുവാക്കളുണ്ടല്ലോ, ഈ 10, 20, 18, 20 വയസ്സുള്ള, അവരെ 2 വർഷം ദൈവവചനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 50 വയസ്സുള്ള ആളുകളെക്കാട്ടിൽ മെച്യൂരിറ്റി ഉണ്ടെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അതിൻ്റെ കാരണം എന്നാ? ഒറ്റ കാരണമുള്ളൂ, ഈ കാറ്റിനാൽ അലയുന്ന വിധത്തിലാകാതിരിക്കണമെങ്കിൽ ദൈവവചനം കൊണ്ട് ഇവരെ അങ്ങ് നിറയ്ക്കണം. ദാറ്റ് ഇസ് ദ ഹോൾ ഐഡിയ. ഒരു 35 വയസ്സുള്ള ഒരു ശിശുവിനെ, ഡു യു വാണ്ട് എ ബേബി, എ ഗ്രോൺ അപ്പ് ബേബി? ആർക്കെങ്കിലും വേണോ നിങ്ങളുടെ വീട്ടിൽ 35-year-old ഗ്രോൺ അപ്പ് ബേബി? ആർക്കെങ്കിലും വേണം? നോബഡി വാണ്ട്സ്. യു വാണ്ട് എ മെച്യൂർ പേഴ്സൺ. ഈ മെച്യൂരിറ്റിയിലേക്ക് വരണമെങ്കിൽ ദൈവവചനം വിളമ്പണം. വേറെ ഒന്നും മെച്യൂരിറ്റിയിലേക്ക് വരത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് പലരും ഈ ചർച്ചിൽ പോകാൻ തുടങ്ങിയിട്ട് 50 വർഷമായിട്ടും ഇപ്പോഴും ഏതെങ്കിലും ഉപദേശം കേട്ടാൽ അതിൻ്റെ പുറകിൽ പോകുന്നു. കാറ്റിനാൽ അലയുന്ന ഒരു പ്രതീതി. ഇത് കേൾക്കുമ്പോൾ അങ്ങോട്ട് പോകും, അത് കഴിയുമ്പോഴത്തേക്ക് വേറെടുത്ത് പോകും. അവർ മോശമായിട്ടല്ല, ഇവരുടെ അവസ്ഥ ഇതാണ്. അവരെ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നില്ല.
ഒരു ഇടയന്റെ ജോലി എന്താണ്? അവരെ മെച്യൂരിറ്റിയിലേക്ക്, അത് കേൾക്കുമ്പോൾ മനസ്സിലാകണം ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്ന്. വിവേചന ശക്തിയിലേക്ക് കൊണ്ടിരിക്കുകയാണ്. സോ സ്പിരിച്വാലിറ്റി എന്തിനു വേണ്ടി? ക്രിസ്തു എന്ന തലയോളം അവര് വളരണം. സോ ദാറ്റ് they will grow up to the headship of Christ. എന്തിനാ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. എന്താണ് ഗോൾ? എന്താണ് ഗോൾ? യേശു കർത്താവിനെ പോലെ ഏറ്റവും കൂടുതൽ അവർ അനുരൂപരാകണം. ഒരു ശുശ്രൂഷകന്റെ ജോലി എന്നാ അവന് പ്രവചിച്ച് അവന് കാനഡ വീസ അറേഞ്ച് ചെയ്ത് കൊടുക്കാനാണോ അവന്റെ ജോലി? അതല്ല അവന്റെ ജോലി. ഹിസ് ജോബ് ഇസ് ടു മേക്ക് ഹിം മോർ ലൈക്ക് ജീസസ്. യേശു കർത്താവിനെ പോലെ കൂടുതൽ അനുരൂപരാക്കുക എന്നുള്ളതല്ലേ വചനത്തിന്റെ ശുശ്രൂഷയിലൂടെ. ദാറ്റ് ഇസ് ഹിസ് ജോബ്. നല്ലൊരു ട്രാവൽ ഏജന്റ് പോയാൽ മതി വീസ വേണമെങ്കിൽ, വേറൊന്നിന്റെ ആവശ്യമില്ല. ബട്ട് ടീച്ച് ദ വേർഡ് ഓഫ് ഗോഡ് സോ ദാറ്റ് ദേ കൻ ബിക്കം മോർ ലൈക്ക് ക്രൈസ്റ്റ്. യേശു കർത്താവിനെ പോലെ ആയത്. പ്രിയമുള്ളവർ, ഇതിന്റെ എല്ലാം എന്തോ ഐ എം ഇൻ ക്രൈസ്റ്റ്. എഫേസ്യ ലേഖനം അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഞാൻ ക്രിസ്തു യേശുവിൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ ഈ ഒരു പഴയ പാട്ട്? ഇപ്പം പഴയ പാട്ടുകളൊന്നും ആരും പാടാറില്ല. ഞാനും ഈ പിള്ളേർക്ക് വേണ്ടിയാണ് ഈ പുതിയ യൂത്ത് ടൈപ്പ് പാട്ടൊക്കെ പാടുന്നത്. എനിക്കിപ്പോഴും പഴയ പാട്ടാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ പേഴ്സണലി ഇരിക്കുമ്പോഴെല്ലാം പഴയ പാട്ടാണ്. പിന്നെ ഈ നമ്മുടെ യൂത്തന്മാരുടെ മുമ്പിൽ നമ്മളൊരു യൂത്ത് ആകാൻ വേണ്ടി കുറച്ച് ആടുകയും മറിയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. ഈ പഴയ ഒരു പാട്ടുണ്ട്, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. അല്ലേ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ പഴയ പാട്ട്? നമ്മളെ അമ്മച്ചിമാരൊക്കെ. നമ്മുടെ ആഗ്രഹം എന്തുവാ? യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കു, യേശുവെ പോലെ ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം. ദിസ് ഇസ് ആർ മിഷൻ ഇൻ ലൈഫ്. യേശുവെ പോലെ ആകണം, യേശുവിന്റെ വാക്ക് കാക്കണം, യേശുവെ പോലെ ജീവിക്കണം. പിന്നെ ആരോടെയൊക്കെ എങ്കിലും നമ്മൾ ശുശ്രൂഷിച്ച അവരെയും ക്രിസ്തു എന്ന തലയോളം വളർത്തണം. ദിസ് ഇസ് വൈ ഗോഡ് ഹാസ് ഗിവൺ us the gifts. അതിന്റെ അവസാനം പറയുന്നത് എന്നാണെന്നറിയോ? അവസാനം ദ ബ്യൂട്ടി ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ശരീരം മുഴുവനും, അപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി പറഞ്ഞിട്ട് ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യയിലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? Everyone is connected to Jesus Christ and everyone is connected to each other. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനൊരു ചെറിയ റോൾ ചെയ്യും, നിങ്ങളൊരു ചെറിയ റോൾ ചെയ്യും, വേറൊരാൾ വേറൊരു ചെറിയ റോൾ ചെയ്യും. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് എന്താണ് ക്രിസ്തുവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സെയിം ലൈഫ് ഇസ് ഫ്ലോയിങ് ത്രൂ അസ്, അല്ലേ? ഓരോ അംഗത്തിന് അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അങ്ങനെ ക്രിസ്തു യേശുവിൽ നമ്മൾ വളർച്ച പ്രാപിച്ച് ഒരുപോലെ ആ ശരീരം വളർന്ന് മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട എല്ലാ ശരീരത്തിന്റെ അവയവങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ തമ്പ്, നമ്മുടെ ഈ തള്ളവിരൽ പറയാം, ഞാനൊരു മിടുക്കനാ, അവിടെ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇന്ന് തൊട്ട് ഈ ശരീരത്തിന്റെ ഭാഗമാകുന്നില്ല, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു മിനിസ്ട്രി ഞാനങ്ങ് എൻ്റെ വഴിക്ക് പോയിക്കോളാം, നിങ്ങളെ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്ക് ഈ ഒന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? പ്രയാസമല്ലേ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. എല്ലാവർക്കും ദൈവം കൃപാവരം കൊടുത്തിട്ടുണ്ട്. എവ്രിബഡി, അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ വളരെ ഇഫക്റ്റീവായിട്ട് മിനിസ്റ്റർ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ അന്ത്യകാലത്ത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ നമ്മൾ ഒരുമിച്ചൊന്ന് നിന്നാൽ, ട്രസ്റ്റ് മീ, നമ്മൾ ഒരുമിച്ചൊന്ന് നിന്ന് നമ്മൾ ചിന്തിക്കും, എനിക്ക് ഈ കൃപാവരം. നമ്മുടെ ബൈബിൾ സ്റ്റഡിക്ക് റെഗുലർലി, അതായത് ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡിക്കും ഈ ബൈബിൾ സ്റ്റഡിക്കും റെഗുലർ വരുന്ന ഒരു സെറനാൻറ്റി ഉണ്ട്. സെറനാൻറ്റിക്ക് കണ്ട് ഓൾമോസ്റ്റ് 80 years പ്ലസ് ആണ്. 80 years. സെറനാൻറ്റി ആണ് ഇപ്പം നമ്മുടെ സകല മാസികയുടെയും എഡിറ്റിംഗ് ചെയ്യുന്നത്. 80 വയസ്സ്. ഷീസ് എ വിഡോ, ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ലൈഫ്. തന്നെയാണ് താമസിക്കുന്നത്. കണ്ണിൻ്റെ ഓപ്പറേഷനും കഴിഞ്ഞു. എന്തൊരു കോൺട്രിബ്യൂഷനാണ് ചെയ്യുന്നത്? നമുക്കില്ലാത്ത സ്കില്ല്. അതായത് ഞാനൊരു ടെക്സ്റ്റ് എഴുതുമ്പോഴേ സെറനാൻറ്റി അല്ലെങ്കിൽ എൻ്റെ ഇതിലുള്ള ഗ്രാമറൊക്കെ കറക്റ്റ് ചെയ്യും. ഏതാ ഇങ്ങനെയാണ്. വൈ? യൂസിങ് യോർ ഗിഫ്റ്റിംഗ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
അപ്പൊ പ്രായം എന്താണെന്നോ നമ്മുടെ സ്കിൽ സെറ്റ് എന്താണെന്നോ ഉള്ളതൊന്നും വിഷയമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ബെയറിങ് അറ്റ് ഓൾ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദീസ് ആർ തിങ്സ് വിച്ച് ആർ നോട്ട് ദ മോസ്റ്റ്. നമ്മളെല്ലാം ചിന്തിക്കുന്ന ഇങ്ങനെ ഒരു കാര്യം മാത്രമാണെങ്കിൽ നമുക്കൊക്കെ മിനിസ്റ്റർ ചെയ്യാനൊക്കെ തുടങ്ങും, നമ്മളങ്ങ് ചിന്തിച്ചിരിക്കുക. നോ, സം പീപ്പിൾ ആർ വെരി ഗുഡ് അറ്റ് അഡ്മിനിസ്ട്രേഷൻ ഗിഫ്റ്റ്സ്. ഇതുപോലെ മിനിസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ളൊരു ഒരു മേഖല വേറെ ഇല്ല. ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ, ഇംപാർഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, പീപ്പിൾ ഹാൻഡ്ലിങ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ എല്ലാവരുടെയും ഗിഫ്റ്റിംഗ് ഒരുമിച്ച് വരുമ്പോൾ ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. അങ്ങനെ ദ ദ ചേർച്ച് ഇൻ ഇറ്റ് സെൽഫ് ഗ്രോസ് എന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ പറയുന്നത് ആ സഭ അതിൽ തന്നെ വളരുന്നു എന്നുള്ള ഒരു മേഖല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഗിഫ്റ്റിംഗ്? എന്തിനു വേണ്ടിയാണ് ഗിഫ്റ്റിംഗ്? എക്വിപ്പിംഗ് ഓഫ് ദ സെയിൻസ്, equipping the saints to serve, building up the kingdom. അതുകൊണ്ട് ആരും ചിന്തിക്കരുത് എനിക്ക് താലന്റ്, ആരും ചിന്തിക്കരുത്, ആരും എന്നോട് വന്നത് പറയരുതേ, ദയവ് ചെയ്ത് എന്നോട് വന്ന് അത് പറയരുത്. എവ്രി വൺ ഇസ് ഗിഫ്റ്റഡ്. എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, യു ആർ എക്വിപ്ഡ് ഫോർ എവറി ഗുഡ് വർക്ക്. ഒരു പക്ഷേ അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, യു സ്പെൻഡ് ടൈം ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക, കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എന്താണ് ചെയ്യുന്നത്. പ്ലഗ് ഇൻ, ഈ കിട്ടിയിരിക്കുന്ന അവസരങ്ങളിൽ ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് അവിടെ ഒന്ന് ചെയ്ത്, അപ്പോൾ ദൈവം കാണിച്ചു തരും പല പല മേഖലകൾ. വെയിറ്റ് ഫോർ ഗോഡ്സ് ടൈമിങ്, കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി. കാരണം ചിലപ്പോൾ നമ്മൾ തുടങ്ങുന്നിടത്തല്ലായിരിക്കാം ചിലപ്പോൾ നമ്മൾ അവസാനിക്കുന്നത്. യു നെവർ നോ. ദാവീദ് തുടങ്ങിയത് ഇടയനാണെങ്കിലും അവസാനിച്ചത് രാജാവായിട്ടാണ് കർത്താവ് അവനെ അഭിഷേകം ചെയ്തത്. പക്ഷേ അവൻ ഇടയനായിട്ടാണ് കുറേ നാള് നടന്നത് എന്ന് പറഞ്ഞതുപോലെ യു നെവർ നോ, വെയിറ്റ് ഫോർ ഗോഡ്സ് ടൈമിങ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇൻ ദ ഡൈവേഴ്സിറ്റി ദർ ഇസ് എ യൂണിറ്റി. നമ്മളെല്ലാം നമ്മുടെ സ്കിൽ സെറ്റും നമ്മുടെ ഗിഫ്റ്റിങ്ങും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ കർത്താവിൻ്റെ രാജ്യം വളരും. എൻ്റെ രാജ്യവും നിങ്ങളുടെ രാജ്യവും ഒന്നും ഇവിടെ വിഷയമല്ല. കർത്താവിൻ്റെ രാജ്യം വളരും. സോ ദാറ്റ് വി ക്യാൻ ബി മോർ ലൈക്ക് ക്രൈസ്റ്റ്. ശരി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ 7ാമത്തെ സെഷൻ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ എഫേസ്യ ലേഖനത്തിന്റെ അവസാനത്തെ ഭാഗം, അവിടെയാണ് പഴയ മനുഷ്യനും പുതിയ മനുഷ്യരും, ദ ന്യൂ വേ ഓഫ് ലൈഫ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നമുക്കത് ഒരുമിച്ച് പഠിക്കാം. അത് അതിൽ തന്നെ നമ്മൾ പഠിച്ചാലേ ശരിയാകത്തുള്ളൂ. സോ വി വിൽ ലുക്ക് അറ്റ് ഇറ്റ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾ വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായിട്ട് ഞങ്ങൾക്കെല്ലാം അങ്ങ് കൃപ നൽകിയിരിക്കുന്നു. കർത്താവെ, ആ ഒരു കൃപാവരങ്ങൾ ലഭിക്കാത്ത ഒരു മനുഷ്യർ പോലും ഇവിടെ ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചതിനായിട്ട് സ്തോത്രം. എന്നാൽ ആ കൃപ ഞങ്ങൾ ജ്വലിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. എവിടെ ഞങ്ങൾക്ക് അവസരം ലഭിക്കുന്നു കർത്താവ്, മടി കൂടാതെ അങ്ങേ സേവിപ്പാൻ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എവിടെയായിരിക്കുന്നു വിശ്വസ്തമായി കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ, ഞങ്ങളെല്ലാം ഒരുമിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ പുതിയ വർഷം ഞങ്ങളുടെ പ്രാർത്ഥന ഇത് മാത്രം, യേശുവെ പോലെ ജീവിപ്പാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒറ്റ ആഗ്രഹം യേശുവെ പോലെ ആയിത്തീരുവാൻ, അത് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. മറ്റൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. പുതിയ വർഷം അത് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.